गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിൽ അനുഷ്ഠാന പഞ്ചകങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന വേളയിൽ ധർമ്മപഞ്ചകത്തെ കുറിച്ച് വിചാരം ചെയ്തു. അതിനുശേഷം ശുദ്ധി പഞ്ചകമാണ് മനനം ചെയ്യുന്നത്. ശരീരശുദ്ധി, വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗൃഹശുദ്ധി, ഈ അഞ്ചെണ്ണത്തെയുമാണ് പഞ്ചശുദ്ധികൾ എന്ന് പറയുന്നത്. പഞ്ചശുദ്ധിയിൽ ആദ്യത്തെ ശുദ്ധിയായ ദേഹശുദ്ധിയെ കുറിച്ച് പഠിച്ചു. അനന്തരം വാക്ശുദ്ധിയാണ്. വാക്ശുദ്ധിയെ നിർവഹിച്ചുകൊണ്ട് ഗുരു പറയുന്നു, ആവർജകത്വം വർണ്ണാനാം സുവ്യക്തിസ്വരമാധുരീ പദാനാം സ്ഫുടദൗചിത്യം ലയോമി വചസാ ഗുണാ വചസോ ഗുണാ അനുദ്വേജഗദാ സത്യസ്വാധ്യായ ഹിതകീർത്തനേ സൗഷ്ടവപ്രിയതാഭ്യാം ച നിയതം വാഗ്വിശുദ്ധ്യതി. അർത്ഥം ശ്ലോകം 93. വർണ്ണാനാം ആവർജകത്വം സുവ്യക്തി സ്വരമാധുരി പദാനാം സ്ഫുടത ഔചിത്യം ലയഃ അമി വചസഃ ഗുണ. വാക്കുകൾ സ്ഫുടമായും മധുരമായും വ്യക്തമായും ആകർഷകമായും സഭ്യമായും ഇരിക്കണം. ശുദ്ധമായ ഭാഷയ്ക്ക് ഇവയെല്ലാം അനുകൂലങ്ങളാണ്. ശ്ലോകം 94. അനുദ്വേജകത സത്യസ്വാധ്യായ ഹിതകീർത്തനൈഹി സൗഷ്ടവപ്രിയതാഭ്യാം ച വാക് നിയതം വിശുദ്ധ്യതി. എല്ലാവർക്കും ഹിതവും സത്യവുമായി സമഭാവനയോടുകൂടി വാക്ക് ഉദ്ഭവിക്കുകയാണെങ്കിൽ അത് വാക്ശുദ്ധിക്ക് നിദാനമായിരിക്കും. ഇതാണ് ശ്ലോകങ്ങളുടെ താല്പര്യം. അപ്പൊ എന്താണ് വാക്ശുദ്ധിക്ക് ഹേതുവായിരിക്കുന്നതെന്ന് ഗുരുദേവൻ പറയുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഈ ലോകത്തോട് സംവദിക്കുവാൻ സാധിക്കുന്ന ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് വാഗിന്ദ്രിയം. നമ്മൾ 10 ഇന്ദ്രിയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ദശേന്ദ്രിയങ്ങളും എടുത്തു കഴിഞ്ഞാൽ, ഈ ലോകത്തോട് നമ്മൾ സംവദിക്കുന്നത് നമ്മുടെ ആശയങ്ങളെ, അഭിലാഷങ്ങളെ, നമ്മുടെ വ്യക്തിത്വത്തെ എല്ലാം മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് വാഗിന്ദ്രിയത്തിലൂടെയാണ്. നമുക്ക് നേത്രേന്ദ്രിയത്തിലൂടെയോ അല്ലെങ്കിൽ ശ്രോത്രേന്ദ്രിയത്തിലൂടെയോ അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മേന്ദ്രിയത്തിലൂടെയോ നമുക്ക് നമ്മുടെ ആശയത്തെ ഈ ലോകത്തോട് പങ്കുവെക്കാൻ സാധിക്കില്ല. ചില ഘട്ടങ്ങളിൽ വളരെ സൂക്ഷ്മമായ ചില സമയങ്ങളിൽ നമുക്ക് മറ്റേതെങ്കിലും ഒരു അവയവം ഉപയോഗിച്ച് നമ്മുടെ മനസ്ഥിതിയെ മറ്റുള്ളവരെ അറിയിക്കുവാൻ കഴിഞ്ഞേക്കാം.
നമ്മൾ കണ്ണുകൊണ്ട് സൂചന കൊടുക്കാൻ കഴിഞ്ഞേക്കാം. നമ്മളെ കണ്ണുകൊണ്ടുള്ള സൂചനയെ ഗ്രഹിച്ച് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായേക്കാം. ഇനി നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഷയുണ്ട്. ആ ശരീരത്തിന്റെ ഭാഷയിലൂടെ ഞാൻ ദുഃഖിയാണ്, ഞാൻ സുഖിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ലോകത്തോട് ബോധിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മറ്റുള്ളവരെ അല്പമെങ്കിലും ഗ്രഹിച്ചേക്കാം. പക്ഷെ അതിനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. മുഖ്യ രൂപത്തിൽ നമ്മുടെ ആശയ ആദർശങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ എല്ലാം തന്നെ നാം പ്രകടമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ദ്രിയമാണ് വാഗിന്ദ്രിയം, വാക്ക്. അതുകൊണ്ട് തന്നെ വാഗിന്ദ്രിയത്തിലൂടെ ആ വാഗിന്ദ്രിയത്തിന്റെ വിശുദ്ധി എന്നുള്ളത് അത്യന്തം പ്രധാനമാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ അധിഷ്ഠാന ദേവതകളെ കൽപ്പിച്ചിട്ടുണ്ട്. വാഗിന്ദ്രിയത്തിന്റെ ദേവതയായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരു ദേവതയായിട്ട് പറഞ്ഞിട്ടുള്ളത് അഗ്നിയാണ്. വാചോ വൈ അഗ്നി എന്ന് പറയും. അഗ്നിയാണ് വാക് ഇന്ദ്രിയത്തിന്റെ ദേവതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കൂ, അഗ്നിയുടെ സ്വഭാവം എന്താണ്? അഗ്നി നമുക്കെല്ലാവർക്കും തന്നെ അത്യന്തം ഉപകാരപ്രദമായ ഒന്നാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ അഗ്നിയുടെ അഭാവത്തിൽ ഇന്നുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബപരമായ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അഗ്നി മനുഷ്യ ജീവിതവുമായിട്ട് അത്രയ്ക്കേറെ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആരാധനയെ സമർപ്പിക്കുന്നത്, ഹോമങ്ങൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു. ഒരു നിലവിളക്ക് കൊളുത്തിയിട്ടാണ് നമ്മൾ എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്യുന്നത്. അഗ്നിസാക്ഷിയായിട്ടാണ് ഭാരതീയർ ഏതൊരു കർമ്മവും ചെയ്യുന്നത്. അപ്പൊ അഗ്നിക്ക് അത്രമേൽ സ്വാധീനവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതേ അഗ്നി തന്നെ നാം ഇത്രയ്ക്കധികം ആദരിക്കുന്ന അതേ അഗ്നിക്ക് തന്നെ വേണമെങ്കിൽ സർവ്വതിനെയും ഭസ്മമാക്കാൻ കഴിയും. നമുക്ക് മുന്നോട്ട് നടക്കാൻ വെളിച്ചമായി പ്രകാശിക്കുന്ന അഗ്നി തന്നെ ലോകത്തെ മുഴുവൻ ഭസ്മമാക്കാൻ വേണമെങ്കിൽ ആ അഗ്നിക്ക് കഴിയും. അഗ്നിയുടെ ഉപയോഗം നാം എങ്ങനെയാണോ അഗ്നി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് അഗ്നി നമ്മെ അനുഗ്രഹിക്കുന്നത്. അഗ്നിയെ മിതമായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാം, ഭക്ഷണം കഴിക്കാം. പക്ഷെ അശ്രദ്ധയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാലോ നമ്മുടെ വീട് വരെ അത് നശിപ്പിച്ചു കളയും. ഏതാണ്ട് ഇതേ ഭാവത്തിനാണ് വാഗ് ഇന്ദ്രിയത്തിനും ഉള്ളത്. നമ്മളൊന്ന് ശാന്തമായിരുന്ന് മനനം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തികളോടുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയാക്കിയത്, അതേപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്, ഇതിന്റെ എല്ലാം ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സംസാരം, നമ്മുടെ വാഗിന്ദ്രിയം തന്നെയാണ്. എത്രയോ വർഷത്തെ കൂട്ടുകാരെ പോലും, എത്രയോ വർഷങ്ങളുടെ ബന്ധങ്ങളെ പോലും അശ്രദ്ധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുകൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും. അതുകൊണ്ട് വാക്കിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ദർശനമാലയുടെ ക്ലാസ്സിൽ പരാമർശിച്ച ഒരു ഉദാഹരണമാണ് മഹാഭാരതത്തിലൊരു സന്ദർഭം. മഹാഭാരതത്തിൽ ഒരിക്കല് ദുര്യോധനൻ പാണ്ഡവരുടെ കൊട്ടാരം കാണാൻ വേണ്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നു. ആ കൊട്ടാരം വളരെയധികം മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ വാസ്തു ശൈലി അല്പം അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറയുന്നു ഫ്ലോർ നല്ല ഗ്രാനൈറ്റ് മിനുസമുള്ള ടൈൽസ് ഒക്കെ ഇടുന്നു. അതേപോലെ അന്നത്തെ കാലത്ത് ആ കൊട്ടാരത്തിൽ അതീവ മിനുസമായ ഫ്ലോർ ആയിരുന്നുള്ളത്. ഇത് മഹാഭാരതത്തിൽ ആ ഭാഗങ്ങൾ പരാമർശിക്കുന്നുണ്ട്. പക്ഷെ ആ ഫ്ലോർ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ഒരു സ്ഥലജല വിഭ്രാന്തി വരും. എന്താണ് വിഭ്രാന്തി? അതിന്റെ ആ പ്രതലത്തിന് മിനുസം കാരണം ഇതൊരു കുളമാണോ എന്ന് കരുതി പോകും. അതേപോലെ ചില സ്ഥലത്ത് ആ പ്രതലത്തെ കണ്ടു കഴിഞ്ഞാൽ ഇത് അഗ്നിയാണോ എന്ന് കരുതി പോകും. അങ്ങനെ ആ തരത്തിലുള്ള
ചില വൈചിത്ര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഉണ്ടാക്കിയ ഒരു വലിയ കൊട്ടാരമായിരുന്നു പാണ്ഡവരുടെ. ആ കൊട്ടാരം ഒന്ന് കണ്ടു കളയാം എന്ന് കരുതി കൗരവരിൽ പ്രധാനിയായ ദുര്യോധനൻ ഒരിക്കൽ ക്ഷണം സ്വീകരിച്ച് ആ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹം നടന്നു പോകുമ്പോൾ ഫ്ലോർ കണ്ട് അതൊരു കുളമാണെന്ന് കരുതി അദ്ദേഹം ഉടുത്തിരുന്ന വസ്ത്രം അല്പം മുട്ടുകാലിന്റെ മുകളിലേക്ക് പൊക്കി വെച്ചു, നനയാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് മെല്ലെ മെല്ലെ നടന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കുളമല്ല, ഇത് നിലം തന്നെയാണെന്ന് മനസ്സിലായത്. അപ്പൊ മട്ടുപ്പാവിലിരുന്ന് ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു നമ്മുടെ പാഞ്ചാലി കാണുന്നുണ്ടായിരുന്നു ഈ കാഴ്ച. ആ പാഞ്ചാലിക്ക് ദുര്യോധനന്റെ ഈ വെപ്രാളം കണ്ടപ്പോ ഒരു സാധാരണ നിലത്തിലൂടെ മുണ്ടൊക്കെ പൊക്കി നടക്കുന്നത് കണ്ടപ്പോ ചിരി വന്നു. ഉടനെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അന്ധന്റെ പുത്രൻ അന്ധൻ തന്നെ എന്ന് പറഞ്ഞു. ദുര്യോധനന്റെ പിതാവ് ധൃതരാഷ്ട്രർ അന്ധനാണ് നമുക്കറിയാം. അപ്പൊ ആ അന്ധന്റെ പുത്രൻ അന്ധൻ തന്നെ എന്ന രീതിയിൽ പരിഹാസം ചുരിഞ്ഞ് പൊട്ടിച്ചിരിച്ചു ആ കാഴ്ച കണ്ടപ്പോ. ഇത് ദുര്യോധനുള്ളിൽ മാരകമായൊരു മുറിവുണ്ടാക്കി, വലിയൊരു അപഹാസമുണ്ടാക്കി. തന്റെ അച്ഛനെ പറഞ്ഞു, തന്നെ പരിഹസിച്ചു. കേൾക്കാമോ? കേൾക്കാം സ്വാജി. ഓക്കെ. അത് തന്റെ അച്ഛനെ പറഞ്ഞു, തന്നെ പരിഹസിച്ചു. ഇത് സഹിക്കാൻ പറ്റില്ല. വാസ്തവത്തിൽ അന്ന് പാഞ്ചാലിയുടെ ആ വാക്ക് നിന്ന് ഏറ്റ മുറിവാണ് പിന്നീട് മഹാഭാരത യുദ്ധം എന്ന അത്യന്തം വിനാശകാരിയായ യുദ്ധം തന്നെ ഉണ്ടാകാൻ കാരണമായി. കാരണം പാഞ്ചാലിയോട് കൊടിയ പക വന്നു. ഒരവസരം കിട്ടിയ സമയത്ത് വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ട് ആ പകയെ വീട്ടാൻ ദുര്യോധനൻ തീരുമാനിച്ചു. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഉണ്ടായ പല സംഭവ വികാസങ്ങളും പിന്നീട് ഘോരമായ യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പൊ നമുക്ക് കേവലം ഒരൊറ്റ വാക്കുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് നയിക്കാൻ ഒരുപാട് പ്രേരകടങ്ങൾ വേറെ ഉണ്ട്. നമ്മൾ അതിനെ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു വാക്ക് ആ വ്യക്തിയിൽ ഉണ്ടാക്കിയ മുറിവും ആ മുറിവിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും എത്രമാത്രമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വാക്ക് എങ്ങനെ പ്രയോഗിക്കണം, ഏത് സന്ദർഭത്തിൽ പ്രയോഗിക്കണം, വാക്ക് എപ്രകാരം ശുദ്ധമായിരിക്കണം എന്നുള്ളതിൻ്റെ എല്ലാം പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് വാഗിന്ദ്രിയത്തെ ഒരിക്കലും നമ്മൾ അലക്ഷ്യമായിട്ട് പ്രയോഗിക്കരുത്. വളരെ ശ്രദ്ധാപൂർവം വാക്കിനെ പ്രയോഗിക്കണം. കാരണം വാക്സ്ഥാനത്ത് കുടികൊള്ളുന്നത് അഗ്നി മാത്രമല്ല, ആ വാക്കായിട്ട് നമ്മുടെ വായിൽ നിന്ന് വരുന്ന, നമ്മുടെ വാഗിന്ദ്രിയത്തിൽ നിന്ന് വരുന്ന ആ വാചകങ്ങളായിട്ട് നിലനിൽക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ്. ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഓതും മൊഴി എന്ന് പറഞ്ഞാൽ നാം പറയുന്ന വാക്ക് ഓർക്കിൽ വിചാരം ചെയ്താൽ അത് ഈശ്വരൻ തന്നെയാണ്. വാപ്യവാങ്മയം ഇതം ജഗസ്ഥിത, അക്ഷരസ്വരൂപിണിയായ ജനനി അക്ഷരസ്വരൂപത്തില് ഈ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു എന്നും പറയുന്നു. അപ്പൊ വാക്ക് ഒരു സാധാരണ ഇന്ദ്രിയമല്ല, അതിപ്രധാനമായ ഇന്ദ്രിയമാണ്. അതിന്റെ ശുദ്ധീകരണത്തിന് എന്തെല്ലാം വേണം? ഗുരു പറയുകയാണ്. ആദ്യത്തെ ഒരു കാരണം പറയുകയാണ് ശ്ലോകം 93 വർണ്ണാനാം ആവർജകത്വം. നമ്മുടെ വാക്കുകൾക്ക് ആവർജകത്വം ഉണ്ടായിരിക്കണം. എന്താണ് ആവർജകത്വം? ആവർജകത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ശക്തിയാണ്. ആവർജകത്വം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആകർഷണമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആശയത്തെ ഒരു വ്യക്തിയിലേക്ക് ചെലുത്തണമെങ്കിൽ ആ വ്യക്തിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് ഉണ്ടായിരിക്കണം. ആ വ്യക്തിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രകാരത്തിലുള്ള കാര്യവും ആ വ്യക്തിയോട് സംവദിക്കാൻ കഴിയില്ല. നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു വ്യക്തി ഇരിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും കാര്യം ആ വ്യക്തിയോട് സംസാരിക്കുന്നു. ആ വ്യക്തിയുടെ ശ്രദ്ധ ഫോണിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാര്യങ്ങളിലാണെങ്കിലോ നമുക്ക് എത്ര നേരം ആ വ്യക്തിയോട് സംസാരിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം ആ വ്യക്തിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആശയത്തെ ചെലുത്താൻ കഴിയുള്ളൂ. അത് ലോകവ്യവഹാരത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയുടെ ശ്രദ്ധയെയും നമ്മുടെ വാക്കുകളിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ ആ വാക്കുകൾക്ക് ഒരു ആകർഷണ ശക്തി ഉണ്ടായിരിക്കണം. ഈ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷയിലുള്ള
എന്തോ വാക്കുകൊണ്ട് നമ്മൾ മറ്റുള്ളവനെ ആകർഷിച്ച് വലയിൽ വീഴ്ത്തി ആ ആകർഷണമല്ല, ആ വ്യക്തിയുടെ ശ്രദ്ധയെ നമ്മളിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ആകർഷണ ശക്തി ആ വാക്കിനുണ്ടായിരിക്കണം. അതുകൊണ്ട് വർണ്ണാനാം ആവർജകത്വം, ഇത് വാക്ശുദ്ധിയുടെ ഒരു കാരണമാണ് ഗുരു പറയുക. അടുത്തതാണ് സുവ്യക്തി എന്ന് പറയുന്നത്. സുവ്യക്തി 93-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പദമാണ് സുവ്യക്തി. സുവ്യക്തി എന്ന് പറയുമ്പോൾ ഏത് ആശയവും വ്യക്തമായ ഭാഷയിൽ സംസാരിക്കണം, ആ ആശയത്തെ വ്യക്തമായിട്ട് സംസാരിക്കണം. ആ പദത്തിൽ തന്നെയുണ്ട് എന്നതിന്റെ അർത്ഥവും സുവ്യക്തി. അടുത്തതാണ് സ്വരമാധുരി. സ്വരമാധുരി എന്ന് പറയുമ്പോൾ വളരെ സംഗീതാത്മകമായിട്ട് സംസാരിക്കണം എന്നാണ് അർത്ഥം. ഇത് നമുക്ക് അർത്ഥമെടുക്കാം. ശബ്ദത്തിന് വളരെ സൗകുമാര്യത ഉണ്ടായിരിക്കണം, ഗാംഭീര്യത ഉണ്ടായിരിക്കണം, മധുരം ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാവർക്കും, എല്ലാ മനുഷ്യരിലും ശബ്ദത്തിന്റെ ഉച്ചാരണത്തിന് അളവ് പോലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സംഗീതാത്മകമായ സ്വരമാധുരി ഉണ്ടാകണമെന്നില്ല. സ്വരമാധുരി എന്ന് പറഞ്ഞാൽ ശബ്ദം മധുരമായിരിക്കണം. മധുരം എന്ന് പറയുമ്പോൾ അതിൽ മധുരമായ പദങ്ങളെ ഉപയോഗിക്കാൻ പാടുള്ളൂ, കഠിനമായ കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്ന രീതിയിൽ നമുക്ക് സ്വരമാധുരി എന്നതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അടുത്തതാണ് പദാനാം സ്ഫുടത. പദങ്ങൾക്ക് വ്യക്തമായ സ്ഫുടത ഉണ്ടായിരിക്കണം. സുപ്തിംഗന്തം പദം എന്നാണ് പദത്തിന്റെ നിർവചനം. ഏതൊരു പദത്തിലാണോ അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങളിലാണോ സുപ്പ് പ്രത്യയവും തിങ് പ്രത്യയവും ചേർക്കുന്നത് അതിനെയാണ് പദമെന്ന് പറയുന്നത് ഭാഷകാരന്മാർ ഭാഷാവിദ്വാനികൾ. സുപ്പ് എന്ന് പറയുന്നത് സുജ സമോക്ഷസ് തുടങ്ങിയ 21 പ്രത്യയങ്ങളാണ്. അതേപോലെ തിപ്പ് എന്നുള്ള കുറെ പ്രത്യയം ജി എന്നൊക്കെ പറയും. ഈ പ്രത്യയങ്ങൾ ചേർന്നിട്ടാണ് എല്ലാ പദങ്ങളും ഉണ്ടാകുന്നത്. ഏത് വാക്കിന്റെ കൂടെ ഈ പ്രത്യയങ്ങൾ ചേർന്നോ അതിനെ പദം എന്ന് പറയും. അപ്പൊ ആ പ്രത്യയങ്ങൾക്കനുസരിച്ച്, അതിന്റെ വിധാനങ്ങൾക്കനുസരിച്ച് ആ വാക്കിനെ ഉച്ചരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതും വാക് വിശുദ്ധിക്ക് ഹേതുവാണ്. ഇപ്പൊ ഹോമമന്ത്രത്തില് ത്വം നഹ പ്രസീത പ്രസീത എന്ന വാക്ക് വരുന്നു. അവിടെ നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ, ഞങ്ങളുടെ എന്നൊക്കെ അർത്ഥമുണ്ട്. നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും എന്നൊക്കെ പറയും. നീ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളെന്നും പറയാം. പിന്നാന്ന് പറഞ്ഞ വാക്കിന് നിഷേധാർത്ഥവുമുണ്ട് സംസ്കൃതത്തില്. ഉദാഹരണത്തിന് നമ്മൾ ആ നാ കഴിഞ്ഞ് 2 കുത്ത് വിസർഗം വരുന്നുണ്ട്. ത്വം നഹ പ്രസീത. ആ വിസർഗത്തിന് ശേഷം പ്രസീതയിലെ പാ വരുന്നുണ്ട്. പ്രസീത എന്ന് പറഞ്ഞാൽ പാ ആണ് ഫസ്റ്റ് ലെറ്റർ. വിസർഗം കഴിഞ്ഞ് പാ വന്നു കഴിഞ്ഞാൽ ആ വിസർഗം അർദ്ധമാത്രയിൽ ഉച്ചരിക്കണം. ആ വിസർഗം പൂർണ്ണമായിട്ട് ഉച്ചരിക്കരുത്, അർദ്ധമാത്രയിൽ. ത്വം നഹ പ്രസീത പ്രസീത. ഇനി ഈ വിസർഗം നമ്മൾ ഉച്ചരിക്കാതിരുന്നു കഴിഞ്ഞാലോ ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്തായിട്ട് മാറും? ത്വം ന പ്രസീത പ്രസീത. നീ ഞങ്ങളിൽ പ്രസാദിക്കാതിരിക്കട്ടെ, അല്ല നീ പ്രസാദിക്കാതിരിക്കട്ടെ എന്നൊരർത്ഥം മാറും. എന്നാന്ന് പറഞ്ഞ നിഷേധാർത്ഥമുണ്ട്. നമുക്ക് നമ്മൾ ഉയർന്ന ഭാവത്തോടു കൂടി ഹോമം ചെയ്യുന്നു, അതിന്റെ ഫലം നമുക്ക് വിപരീതമായിട്ട് കിട്ടുന്നു. കാരണം നാം ഈശ്വരനോട് എന്ത് പ്രാർത്ഥനയാണോ ചൊല്ലിയത്, ഈശ്വരൻ അതാണ് നമുക്ക് അനുഗ്രഹിച്ചു തരുന്നത്. നീ പ്രസാദിക്കാതിരുന്നാലും എന്ന് പറഞ്ഞാൽ ശരി, നമ്മളിൽ യാതൊരു പ്രസാദവും ഉണ്ടാകില്ല. അതുകൊണ്ട് ആ വാക്കിന്റെ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന രീതിയിൽ സ്ഫുടമായിട്ട് ആ വാക്കിനെ ചൊല്ലണം. ദിയോ യോ ന പ്രചോദയാത്. അതിൽ ന എന്നുള്ളതിൽ ആ വിസർഗം അർദ്ധമാത്രം ചേർത്തിട്ടില്ലെങ്കിൽ നീ ഞങ്ങളിൽ ദിയോ യോ ന പ്രചോദയാത്, ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാതിരുന്നാലും എന്നർത്ഥം വരും. ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കാതിരുന്നാലും എന്നർത്ഥം വരും. മറിച്ച് ഞങ്ങളുടെ എല്ലാ ബുദ്ധിയെ പ്രചോദിപ്പിക്കാതിരുന്നാലും എന്നർത്ഥം വരും. മറിച്ച് ദിയോ യോ ന പ്രചോദയാ, ആ 4 വിസർഗം ചേർത്ത് ഉച്ചരിക്കണം. ഇത് ഞാനൊരു ഉദാഹരണം ആയിട്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ആ വാക്കിന്റെ അർത്ഥത്തെ ഒരു കുത്തു മാറിക്കഴിഞ്ഞാൽ ആ അർത്ഥം വേറെ തരത്തിലായിട്ട് മാറും. അതുകൊണ്ട് എങ്ങനെയാണോ ആ വാക്കുള്ളത്, ആ ശബ്ദമുള്ളത്, ആ പദമുള്ളത്, ആ പദത്തെ സ്ഫുടമായിട്ട് ഉച്ചരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കുഞ്ഞുനാളിലെ പരിശീലിപ്പിക്കുക. അടുത്തതാണ് പദാനാം ഔചിത്യം. സ്ഫുടത കഴിഞ്ഞാൽ വരുന്ന കാര്യമാണ് ഔചിത്യം. എന്താണ് ഔചിത്യം? ഔചിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദം
ദേശകാലങ്ങൾക്കനുസരിച്ച് പ്രയോഗിക്കുന്നതിനുള്ള യുക്തിയാണ് ഔചിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് മാത്രമേ നാം ഒരു പദത്തെ പ്രയോഗിക്കാൻ പാടുള്ളൂ, ഒരു വാക്കിനെ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഒരു മരണ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നു. മരണ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ നാം ഉപയോഗിക്കേണ്ട വാക്കുകളുണ്ട്. ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുന്നു, പഠന ക്ലാസ്സിലേക്ക്, അവിടെ ഉപയോഗിക്കേണ്ടുന്ന വാക്കുകളുണ്ട്. നമ്മളൊരു ആചാര്യനോട് ഒരു സംശയം ചോദിക്കുകയാണ്. നമ്മളെക്കാൾ മുതിർന്ന സീനിയറായ ഒരു ആചാര്യൻ നമ്മൾ ക്ലാസ് എടുക്കുക. നമ്മൾ സംശയം ചോദിക്കുമ്പോൾ അങ്ങ് പറഞ്ഞ ആ കാര്യത്തിൽ ആ ഭാഗം ഒന്നും വ്യക്തമായില്ല എന്ന രീതിയിൽ നമുക്ക് സംശയം ചോദിക്കാം. അല്ലാതെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഉചിതമല്ല, ആ കാലത്തിന് ഉചിതമല്ല. കാരണം നമ്മളവിടെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ചെന്നത്, ഒരു പഠിതാവായിട്ട് ചെന്നത്. ആ പഠിതാവായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് നേരത്തെ ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആ വിഷയത്തിൽ അറിവുള്ള ഒരാളുടെ അടുത്ത് അറിവിനെ ഗ്രഹിക്കുവാൻ നമ്മൾ പോയത്. അപ്പൊ തീർച്ചയായിട്ടും വാക്കിനെ ആ തരത്തിൽ പ്രയോഗിക്കണം. അങ്ങ് പറഞ്ഞ ആ കാര്യത്തിൽ ആ ഭാഗം എനിക്ക് വ്യക്തമായില്ല, ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു എന്ന രീതിയിൽ പ്രയോഗിക്കണം. ഇതിനെയാണ് ഔചിത്യം എന്ന് പറയുന്നത്. ഈ ഔചിത്യം ഇല്ലായ്മയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്. പദാനാം ഔചിത്യ, ഏത് ദേശത്തിൽ, ഏത് കാലത്തിൽ, ഏത് സന്ദർഭത്തിൽ ഏത് പദങ്ങളെയാണോ പ്രയോഗിക്കേണ്ടത് ആ പദങ്ങളെ തന്നെ പ്രയോഗിക്കുക. ഇത് യോഗ്യത അഥവാ ഔചിത്യം എന്ന് പറയുന്നു. ഇതും നമ്മുടെ വാക് വിശുദ്ധിക്ക് അനിവാര്യമായ ഒരു ഘടകമാണ്. അടുത്താണ് പദാനാം ലയഹ, പദങ്ങളുടെ ചേർച്ച. നാം ഒരാൾ സംസാരിക്കുമ്പോൾ അരമണിക്കൂർ സംസാരിച്ചെന്ന് കരുതാം. ആ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ ആ കേട്ട വ്യക്തിക്ക് വ്യക്തമായി നാം പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, മനസ്സിലാകണമെങ്കിൽ ആ പദങ്ങൾ, നാം പ്രയോഗിച്ച പദങ്ങൾ തമ്മിൽ പൂർവാപര ബന്ധമുണ്ടായിരിക്കണം. ആദ്യം പ്രയോഗിച്ച പദവും അതിനെ തുടർന്ന് പ്രയോഗിച്ച പദവും അതിനെ തുടർന്ന് പ്രയോഗിച്ച പദവും തമ്മിൽ ഒരു പൂർവാപര ബന്ധം, ഒരു ചേർച്ച വേണം, ഒത്തൊരുമ വേണം. എങ്കിലും ആശയത്തെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. പദങ്ങൾ തമ്മിൽ, നേരത്തെ പ്രയോഗിച്ച പദങ്ങൾ ഇപ്പോഴും പറഞ്ഞ പദങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെങ്കിലോ. ഞാൻ ഇന്നലെ വാഗമണിൽ പോയ സമയത്ത് നല്ല മഴയായിരുന്നു, കഠിനമായ മഴ, നല്ല മഴയായിരുന്നു. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോഴോ എനിക്ക് ആ വെയിലിന്റെ ചൂട് കൊണ്ട് പുറത്തേക്ക് സഞ്ചരിക്കാനേ പറ്റില്ല. ഞാൻ ഉടനെ വണ്ടി തന്നെ കയറി എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആളുടെ കിളിവും, ഇയാൾ എന്താ പറഞ്ഞത്, നല്ല മഴയാണെന്ന് പറഞ്ഞു, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ ചൂടാണെന്ന് പറഞ്ഞു. ഈ വാക്കുകൾ തമ്മിൽ പൂർവാപര ബന്ധമില്ല. നമ്മൾ ഏതൊരു ആശയത്തെ അവതരിപ്പിക്കുമ്പോഴും, പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും വിഷയത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ആ വിഷയത്തെ ബോധിപ്പിക്കുവാൻ നാം ഉപയോഗിച്ച എല്ലാ പദങ്ങൾക്കും ആദ്യത്തെ പദം മുതൽ ഇപ്പോഴുള്ള പദം വരെ പൂർവാപര ബന്ധമുണ്ട്, ഒരു ചേർച്ച ഉണ്ടായിരിക്കണം. ആ ചേർച്ചയാണ് എന്ത് പറയുന്നത്, ലയം എന്ന് പറയുന്നത്, പദാനാം ലയ. അപ്പൊ ആ പദങ്ങളെ ലയത്തോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളതും വാക് വിശുദ്ധിയാണ്, വാക്കിന്റെ വിശുദ്ധിക്ക് ഹേതുവാണ്. അമി വചസഹ ഗുണ, ഗുരു പറയുകയാണ്. ഇതൊക്കെയാണ് വാക്കിന്റെ ഗുണങ്ങൾ, വാക്കിന്റെ വിശുദ്ധിക്ക് ഹേതു എന്ന് പറയുന്നത്. വീണ്ടും അടുത്ത ശ്ലോകത്തില് വാക്ശുദ്ധിയെ കുറിച്ച് ഗുരു പറയുന്നു. അനുദ്വേജകത, നമ്മുടെ വാക്ക് ശുദ്ധമായിരിക്കുവാൻ നാം ഉപയോഗിക്കേണ്ട മറ്റൊരു ശീലമാണ് അനുദ്വേജകത. ഉദ്വേജമില്ലാതിരിക്കണം വാക്കിൽ. ഉദ്വേജമില്ലാതിരിക്കണം എന്ന് പറയുമ്പോൾ, നാം മറ്റുള്ളവരോടൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഒരിക്കലും മറ്റുള്ളവരെ ഒരു ആശങ്കയിലേക്കോ ആകാംക്ഷയിലേക്കോ നയിക്കരുത്. ആ രീതിയിൽ വാക്കിനെ പ്രയോഗിക്കാൻ സാധിക്കാം. ഉദാഹരണത്തിന്, മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു വരുന്നത്, ആ അപകടത്തെ നാം അവതരിപ്പിച്ചേ പറ്റൂ, പറഞ്ഞേ പറ്റൂ ആ വ്യക്തിയോട്. പക്ഷെ അതിന് ഒരു രീതിയുണ്ട്, ആ രീതിയിൽ വേണം പറയുവാൻ. അപ്പൊ മറ്റുള്ളവരുടെ മനസ്സിനെ ആകാംക്ഷയുടെ മുൾമുനയെ നിർത്തി സംസാരിക്കുന്ന ശൈലി ചില സൈക്കോ മെന്റാലിറ്റി ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. മറ്റുള്ളവരുടെ മനസ്സിലാണ്, നീ അറിഞ്ഞോ, ഭയങ്കര പ്രശ്നമാണല്ലോ അവിടെ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ വ്യക്തി അവതരിപ്പിക്കുന്ന രീതി അങ്ങനെയാണ്. അതൊരിക്കലും നമ്മുടെ വാക്കിനെ ശുദ്ധമാക്കുന്നില്ല ആ രീതി. ആ മറ്റുള്ളവരെ വെറുപ്പിക്കാതിരിക്കുന്ന,
മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക. അതിനെ അനുദ്വേജം എന്ന് പറയും. ഈ അനുദ്വേജം എന്താണ്? ഈ അനുദ്വേജവും വാക്കിന്റെ വിശുദ്ധിക്ക് സഹായകരമാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വാക്ശുദ്ധിക്ക് വേണ്ടി. എന്തൊക്കെ പറഞ്ഞു? ആവർജകത്വം, സുവ്യക്തി, സ്വരമാധുരി, സ്ഫുടത, ഔചിത്യം, ലയം, അനുദ്വേജകത. ഏതാണ്ട് 7ഓളം ഘടകങ്ങൾ പറഞ്ഞു. പക്ഷെ ഇതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കുവാനും ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മളിൽ വന്നു ചേരുവാനും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് ഒറ്റയടിക്ക് ഈ ഗുണങ്ങളെയെല്ലാം സ്വായത്തമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഗുരുദേവൻ പറയുന്നു, വാക് വിശുദ്ധിക്ക് വേണ്ടി മേൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ആർജിതമാകാൻ വേണ്ടി നാം അനുവർത്തിക്കേണ്ട, നാം ശീലിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൂടി ഗുരു പറയുന്നു. സത്യസ്വാധ്യായം. സത്യസ്വാധ്യായം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വാക്ക് വിശുദ്ധമാകും. സത്യസ്വാധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യസ്വാധ്യായം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി സത്യസാക്ഷാത്കാര സമ്പന്നരായ മഹാത്മാക്കള്, ആചാര്യന്മാര് അവരുടെ അനുഭവങ്ങള് ഗ്രന്ഥങ്ങളായി നമുക്ക് വേണ്ടി പകർന്നു നൽകിയിട്ടുണ്ട്. സദ്ഗ്രന്ഥങ്ങൾ. ആ സദ്ഗ്രന്ഥങ്ങള് നിത്യവും പഠിക്കുന്നത് നമ്മെ വാഗ് വിശുദ്ധിയിലേക്ക് നയിക്കും. മാത്രമല്ല, വാഗ് വിശുദ്ധിയിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹേതുവാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാധ്യായം എന്നുള്ളത്. ഇപ്പൊ സ്വാധ്യായത്തിനൊരു വിശേഷണം ചേർത്തു, സത്യസ്വാധ്യായം. ഇപ്പൊ സ്വാധ്യായം എന്ന വാക്കിന്റെ അർത്ഥം നിത്യവും പഠിക്കുക എന്നാണ് അർത്ഥം. എന്തെങ്കിലും കാര്യങ്ങളെ പഠിക്കുക എന്നല്ല അർത്ഥം. മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുന്ന മഹത് വചനങ്ങൾ, മഹത് കാര്യങ്ങൾ അടങ്ങിയ സദ്ഗ്രന്ഥങ്ങളെ നിത്യവും നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്കിന്റെ വിശുദ്ധിയിലേക്ക് വരാൻ സാധിക്കും. സ്വാമി തൃപ്പാദങ്ങള് 63, 64ഓളം കൃതികൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഈ കൃതികളെല്ലാം നിത്യവും കുറച്ചു സമയം മാറ്റിവെച്ച് നാം പഠിക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് പഠിക്കാൻ ശ്രമിക്കുക? സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നമ്മൾ പോയിരുന്ന് കേൾക്കുന്നതിനെ സ്വാധ്യായം എന്ന് പറയില്ല, അതിന് ശ്രവണം എന്നേ പറയുന്നു. ഒരു ആചാര്യൻ ക്ലാസ് എടുക്കുന്നു, നാം കേൾക്കുന്നു, 1 മണിക്കൂർ കേൾക്കുന്നു, അതിനെ ശ്രവണം എന്ന് പറയുന്നു. മറിച്ച് സ്വാധ്യായം എന്ന് പറയുമ്പോൾ നാം ശ്രവിച്ച കാര്യങ്ങൾ ആ പുസ്തകം എടുത്ത് ഒരു 10 മിനിറ്റ് ശ്ലോകം വായിക്കുക. ആ ശ്ലോകം വായിച്ച് ആ ശ്ലോകം തെറ്റുകൂടാതെ എങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അഭ്യാസം ചെയ്യുക. ഓരോ പദത്തിന്റെയും അർത്ഥം മനസ്സിലാക്കുക. ഈ പദത്തിന്റെ അർത്ഥം ഇന്നതാണ്, ഈ പദത്തിന്റെ അർത്ഥം ഇന്നതാണ്. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ എന്ന് ഗുരു പറയുന്നു, എന്ന് ശിവലിംഗദാസ് സ്വാമികൾ ഗുരുവിനെ പ്രകീർത്തിക്കുന്നു. അപ്പൊ മഹനീയ ചരിത്രായ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ആ പുസ്തകം നോക്കി ചിന്തിക്കുക. മറ്റു ചില സഹായ ഗ്രന്ഥങ്ങളുടെ സഹായത്താൽ പഠിക്കുക. അനീയര് എന്ന പ്രത്യയത്തിന്റെ അർത്ഥം യോഗ്യത എന്നാണ്, യോഗ്യത. മഹ് എന്ന വാക്കിന്റെ അർത്ഥം പൂജ എന്നാണ്, മഹ് പൂജായം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ എന്തിന്റെ കൂടെ അനീയര് ചേർക്കുന്നുവോ അതിന്റെ യോഗ്യത എന്ന് മനസ്സിലാക്കാം. അപ്പൊ പഠ് പ്ലസ് അനീയര് പഠനീയം എന്നായിട്ട് മാറി. പഠനീയം എന്ന് പറഞ്ഞാൽ പഠിക്കുവാൻ യോഗ്യമായതാണ്. ഗമനീയം പോകുവാൻ യോഗ്യമായത്. ചിന്തനീയം ചിന്തിക്കുവാൻ യോഗ്യമായത്. സ്മരണീയം സ്മരിക്കുവാൻ യോഗ്യമായത്. അതേപോലെ മഹനീയം എന്ന് പറഞ്ഞാൽ മഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂജയാണ്, പൂജിക്കുവാൻ യോഗ്യമായത്. പൂജിക്കുവാൻ യോഗ്യമായത് എന്താണ്? മഹനീയ ചരിത്രായ, ചരിത്രമാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതത്തില് ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി എന്നല്ല അർത്ഥം. ഹിസ്റ്ററി എന്നുള്ളതിന്റെ സംസ്കൃത അനുവാദം ഇതിഹാസം എന്നാണ്. അപ്പൊ ഹിസ്റ്ററി നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഹിസ്റ്ററി, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന ചരിത്രം, ഇതിന് സംസ്കൃതത്തിൽ പറയുന്ന പേര് ഇതിഹാസം എന്നാണ്. പക്ഷെ സംസ്കൃതത്തിലെ ചരിത്രത്തിന് വ്യക്തിത്വം എന്നാണ് അർത്ഥം. നമ്മുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അതിനെയാണ് ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ മഹനീയ ചരിത്ര എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വ്യക്തിത്വം പൂജിക്കുവാൻ യോഗ്യമായത് എന്നാണ് അർത്ഥം കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഓരോ പദത്തിന്റെയും അർത്ഥമെടുത്ത് ചിന്തിച്ച് സ്വയം പഠിച്ച് മനസ്സിലാക്കുന്നതിനാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അപ്പൊ സത്യഗ്രന്ഥങ്ങളെ, മഹത് ഗ്രന്ഥങ്ങളെ നിത്യവും ഒരു 10-15 മിനിറ്റ് മാറ്റിവെച്ച് സ്വയം നമ്മൾ വിചാരം ചെയ്ത്
അതിന്റെ അർത്ഥത്തെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ഘടകങ്ങളെയും നമുക്ക് ആശ്രയിക്കാം. ആശ്രയിച്ചുകൊണ്ട് സ്വയം വിചാരം ചെയ്ത് പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കുന്നതിനെ സ്വാധ്യായം എന്ന് പറയും. ഈ സ്വാധ്യായത്തിന് അസാമാന്യമായ കരുത്തുണ്ട്, വലിയ കരുത്തുണ്ട്. നമ്മൾ നിത്യമായ സ്വാധ്യായം ചെയ്യാൻ ആരംഭിച്ചാൽ 1-2 മാസം കൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾക്ക് വലിയൊരു ഈശ്വരീയത കൈവരും. നമ്മുടെ വാക്കുകൾക്ക് ഒരു വാക്സിദ്ധി കൈവരും. അതുകൊണ്ട് സത്യസ്വാധ്യായം നിത്യവും ചെയ്തിരിക്കണം. അത് വാക് വിശുദ്ധിക്ക് അനിവാര്യമാണെന്ന് ഗുരു പറയുന്നു. അടുത്താണ് ഹിതകീർത്തനൈഹി. ഹിതകീർത്തനം. കീർത്തനം എന്ന് പറഞ്ഞാൽ പാടുക എന്നല്ല അർത്ഥം. കീർത്തനം എന്ന് പറഞ്ഞാൽ പറയുക, കഥനം ചെയ്യുക. എന്താണ് ഹിതകീർത്തനം? ഹിതമായ കാര്യങ്ങളെ പറയുക. നാം പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഹിതമായിരിക്കണം. എന്താണ് ഹിതം? ഹിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഷായം നമ്മൾ കുടിച്ചെന്ന് കരുതാം. കഷായം കുടിച്ചാൽ ആ കഷായം നമുക്ക് പ്രിയമായിരിക്കില്ല പലർക്കും. എന്തുകൊണ്ട്? കാരണം ആ കഷായത്തിന്റെ രുചി കയ്പാണ്. കയ്പായത് കാരണം നമുക്ക് പ്രിയമായിരിക്കില്ല. പക്ഷെ ഹിതമായിരിക്കും. ഹിതം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അസുഖത്തെ മാറ്റുന്നു, നമ്മുടെ രോഗാവസ്ഥയെ ഇല്ലാതാക്കുന്നു, ശരീരത്തിന് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നു. അപ്പൊ ഒരു കാര്യം പ്രത്യക്ഷമായിട്ട് നമുക്ക് പ്രിയമായിട്ടില്ലെങ്കിലും ആത്യന്തികമായിട്ട് നമ്മെ അത് ഹിതത്തിലേക്ക് നയിക്കുന്നു. ഇപ്പൊ ഒരു ഡയബറ്റിക് പേഷ്യന്റിന് ആ വ്യക്തിക്ക് ജിലേബി, ലഡു തുടങ്ങിയവ പ്രിയങ്ങളായിരിക്കാം. അത് കഴിക്കുമ്പോൾ നല്ല പ്രിയം തോന്നും. പക്ഷെ അത് ആ വ്യക്തിക്ക് ഹിതമല്ല. അപ്പൊ ഹിതകരമായ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ മറ്റൊരാൾക്ക് പ്രിയകരമായിട്ടില്ലെങ്കിൽ കൂടിയും അത് ആത്യന്തികമായിട്ട് ആ വ്യക്തിയുടെ നന്മയിലേക്ക് ആ വ്യക്തി നയിക്കുന്നു. അപ്പൊ ഹിതകീർത്തനൈഹി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഒരു പക്ഷെ അത് പറയുമ്പോൾ ആ വ്യക്തിക്ക് അല്പം കഠിനത തോന്നിയാലും നാം പറയുന്ന ആ കാര്യം ആത്യന്തികമായി ആ വ്യക്തിയെ നന്മയിലേക്ക് നയിക്കും. പക്ഷെ അത് പറയുന്ന രീതിയിൽ എന്ത് വേണം? ആ പറയുന്ന അവതരിപ്പിക്കുന്ന രീതിയിൽ ഉദ്വേജം ഉണ്ടാകരുത്, അനുദ്വേജമായിരിക്കണം. നേരത്തെ പറഞ്ഞ കാര്യം, അനുദ്വേജമില്ലാതെ മറ്റുള്ളവരുടെ ഹിതത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ നമ്മുടെ വാക് വിശുദ്ധിക്ക് നമ്മെ സഹായിക്കുന്നു എന്ന് പറയുന്നു. ഇനി അവസാനം ഗുരു പറയുകയാണ് സൗഷ്ഠവ പ്രിയതാഭ്യാം. സൗഷ്ഠവ പ്രിയതകളാൽ. ഹിതം മാത്രം പോലെ പ്രിയവും വേണം വാക്കുകളിൽ. അതോടൊപ്പം സൗഷ്ഠവും വേണം. എന്താണ് സൗഷ്ഠവം? 94-ാമത്തെ ശ്ലോകത്തില് 2-ാമത്തെ വരിയിലെ ആദ്യ ഭാഗം കാണാം. സൗഷ്ഠവം എന്ന് കാണാം. സൗഷ്ഠവം എന്ന് പറഞ്ഞാൽ സുഷ്ടുഹു ഭാവ സൗഷ്ഠവം. സുഷ്ടുവിന്റെ ഭാവമാണ് സൗഷ്ഠവം. എന്താണ് സുഷ്ടു എന്നുള്ള വാക്കിന്റെ അർത്ഥം? ശ്രേഷ്ഠത അഥവാ ലാളിത്യം. നമ്മുടെ വാക്കുകൾ വളരെ ലളിതപൂർണമായിരിക്കണം, അതേസമയം ശ്രേഷ്ഠവുമായിരിക്കണം. അപ്പൊ പറയുന്ന കാര്യങ്ങൾ അത്യധികം അതിലൊരു ലാളിത്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. പക്ഷെ ആ ലാളിത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് കരുതി അത് വല്ലാതെ ലളിതമാകാൻ പോകരുത്. അതിന് ശ്രേഷ്ഠതയും കൂടി വേണം. ഇതിനെയാണ് സൗഷ്ഠവം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്രകാരമുള്ള എല്ലാ ഗുണങ്ങളെയും നമുക്ക് ക്രമേണ ശീലിച്ചു കഴിഞ്ഞാൽ വാക്കിൽ അത്യന്തമായ വിശുദ്ധി കൈവരും. അപ്പൊ വാക് വിശുദ്ധിക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളിലും ഏറ്റവും മുഖ്യമായിട്ടുള്ളത് സത്യസ്വാധ്യായമാണ്. സത്യസ്വാധ്യായം നാം ഒരു ജീവിതവ്രതമായി സ്വീകരിക്കുമ്പോൾ ബാക്കി എല്ലാ ഗുണങ്ങളും സ്വാഭാവികമായിട്ട് അതിലേക്ക് കടന്നു വരികയും നമ്മുടെ വാക്ക് വിശുദ്ധമായിട്ട് തീരുകയും ചെയ്യും. ഇനി അടുത്ത ശുദ്ധിയാണ് മനഃശുദ്ധി. പഞ്ചശുദ്ധികളിൽ യഥാക്രമം ശരീരശുദ്ധിയെക്കുറിച്ചും വാക് ശുദ്ധിയെക്കുറിച്ചും മനസ്സിലാക്കി. അടുത്തത് മനഃശുദ്ധിയാണ്. അപ്പൊ മനഃശുദ്ധിക്ക് വേണ്ടി ഗുരു പറയുന്നു ആർജവം കരുണാമൈത്രി മാർദ്ദവം ച ധൃതിസ്ത്രഭാ അദ്വേഷ പ്രണിധാനം ച മനഃശുദ്ധിം വിതന്വതേ. ഒന്നുകൂടി വായിക്കാം. ആർജവം കരുണാമൈത്രി മാർദ്ദവം ച ധൃതിസ്ത്രഭാ അദ്വേഷ പ്രണിധാനം ച മനഃശുദ്ധിം വിതന്വതേ. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം പറയുന്നു. ആർജവം ഉണ്ടായിരിക്കണം. അതിനു മുമ്പേ പറയാം, മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്ധകരണമാണ് മനസ്സ്. അപ്പൊ നമുക്ക് ബാഹ്യമായിട്ട് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുവാൻ ഉപകരണങ്ങൾ ആവശ്യമുണ്ട്. ആ കരണങ്ങൾ എന്ത് പറയുന്നു? ബാഹ്യ കരണങ്ങൾ എന്ന് പറയുന്നു.
കൈ ഒരു ബാഹ്യ കർണമാണ്. കാരണം കൈകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നു. കാല് ഒരു ബാഹ്യ കർണമാണ്. പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ആവശ്യമായ കർണങ്ങളെ ബാഹ്യ കർണങ്ങൾ എന്ന് പറയുന്നു. അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. ഇപ്പൊ കൈകൊണ്ടൊരു വസ്തു എടുക്കുന്നതിന് മുമ്പ് ആ വസ്തു എടുക്കണോ വേണ്ടയോ എന്നുള്ള പ്രവൃത്തി ഉള്ളിൽ നടക്കുന്നുണ്ട്. ആ പ്രവൃത്തി ചെയ്യുന്നത് കൈയല്ല, കൈ എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എടുക്കണോ വേണ്ടയോ എന്ന് ഉള്ളിൽ നടക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന കർണത്തിന്റെ പേരെന്താണ്? ആ കർണത്തിന്റെ പേരാണ് അന്തഃകരണം എന്ന് പറയുന്നത്. ഈ അന്തഃകരണത്തിൽ മുഖ്യമായിട്ടും ആ അന്തഃകരണത്തിന്റെ സ്വഭാവ സവിശേഷത മനസ്സിലാക്കുന്നതിന് 4 ഭാഗങ്ങളെ ആചാര്യന്മാർ പറയുന്നു. ഒരു ഭാഗമാണ് മനസ്സ്, അടുത്ത ഭാഗമാണ് ബുദ്ധി, അടുത്ത ഭാഗമാണ് ചിത്തം, അടുത്ത ഭാഗമാണ് അഹങ്കാരം. ഇത് 4നെയും ചേർത്താണ് അന്ധഃകരണം എന്ന് പറയുന്നത്. അന്ധഃകരണത്തിന്റെ ഒരു ഭാഗമാണ് മനസ്സെന്ന് പറയുന്നു. ഈ അന്ധഃകരണത്തെ പൊതുവായിട്ടും നമുക്ക് മനസ്സെന്ന് പറയാം. സങ്കല്പ വികല്പങ്ങൾ ചെയ്യുന്ന അന്ധഃകരണത്തിലെ ആ ഭാഗത്തെ, ആ വൃത്തികളെ പൊതുവായിട്ട് മനസ്സെന്ന് പറയുന്നു. സങ്കല്പ വികല്പങ്ങളിൽ നിന്ന് ഒരു നിശ്ചയത്തിലേക്ക് എത്തുന്ന, ഒരു നിർണയത്തിലേക്ക് എത്തുന്ന വൃത്തിഭാഗങ്ങളെ എന്ത് പറയുന്നു? ബുദ്ധി എന്ന് പറയുന്നു. അങ്ങനെ ആ വൃത്തികളുടെ സ്വഭാവ സവിശേഷത അനുസരിച്ച് അതിന് മനസ്സ്, ബുദ്ധി എന്നൊക്കെ പേര് കൊടുക്കാം. പക്ഷെ പൊതുവായിട്ട് അന്ധഃകരണത്തെ പറയുന്ന പേരാണ് മനസ്സ് എന്നുള്ളത്. ഈ അന്ധഃകരണത്തിന്റെ ശുദ്ധി അനിവാര്യമാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഉയർച്ചയിൽ ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകമാണ് മനഃശുദ്ധി എന്നുള്ളത്. ആ മനഃശുദ്ധിക്ക് വേണ്ടി ആദ്യമായിട്ട് നാം ആർജിക്കേണ്ട ഗുണം എന്ന് പറയുന്നത് ആർജവമാണെന്ന് ഗുരു പറയുന്നു. എന്താണ് ആർജവം? ഋജോർ ഭാവമാണ് ആർജവം. ഋജുത്വം ഉണ്ടായിരിക്കുക. ഋജുത്വം മീൻസ് നേരായ വഴിയെ പോവുക. അപ്പൊ ഗുരുദേവൻ ആദ്യം തന്നെ ഈ നമ്മുടെ ഈ ഗ്രന്ഥത്തില് മംഗളാചരണം ചൊല്ലുന്ന വേളയിൽ നമ്മൾ പഠിച്ചു, ആരാണ് ശ്രീനാരായണ ധർമ്മം എന്ന് പറയുന്ന ഈ കൃതി പഠിക്കുവാൻ യോഗ്യമായ വ്യക്തി? ആരാണ്? അവ്യാഹത ബുദ്ധിയുള്ളവർ എന്ന് ഗുരു പറഞ്ഞു. അവ്യാഹത ബുദ്ധി എന്ന് പറഞ്ഞാൽ വ്യാഹത ബുദ്ധി അല്ലാത്തവർ. ഈ അവ്യാഹതത്തിന്റെ മറ്റൊരു ഭാഷ തന്നെയാണ് ആർജവം എന്ന് പറയുന്നത്. മലയാളത്തിൽ നല്ല ആർജവം വേണമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഊർജ്ജസ്വലരായിരിക്കുന്ന അർത്ഥം. ആർജവമല്ല, മറിച്ച് ഋജുത്വമാണ്. ഋജുത്വം എന്ന് പറഞ്ഞാൽ നേർബുദ്ധി, കുടിലതയില്ലാത്ത ഭാവം, നേരെ വാ നേരെ പോ. ഇതാണ് ഋജുത്വം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആർജവം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആർജവം നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ മനഃശുദ്ധിയെ സഹായിക്കും. അടുത്ത കാര്യങ്ങൾ നോക്കൂ. കരുണ, മൈത്രി, മാർദ്ദവം. നമുക്ക് മറ്റുള്ള ജീവജാലങ്ങളോട് അനുകമ്പ ഉണ്ടായിരിക്കണം, മിത്രഭാവം ഉണ്ടായിരിക്കണം, മാർദ്ദവം ഉണ്ടായിരിക്കണം, മനസ്സിൽ മൃദുത്വം ഉണ്ടായിരിക്കണം, ഒരു മൃദുവായ ഭാവം ഉണ്ടായിരിക്കണം. ഇനി മനഃശുദ്ധിക്ക് വേണ്ടി ഗുരു പറയുന്നു ധൃതി എന്നൊരു ഗുണം നമ്മളിൽ ഉണ്ടായിരിക്കണം. ധൃതി എന്താണ്? ധൃതി എന്ന വാക്കിന് അർത്ഥം, ധൃതി എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ ധൈര്യം എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നു. ധൈര്യവും ശരിയാണ്, പക്ഷെ കൂടുതൽ അതിന് യോജിച്ച അർത്ഥം സ്ഥൈര്യമാണ്. ഇപ്പൊ 95-ാമത്തെ ശ്ലോകത്തില് ധൃതി എന്നുള്ള വാക്ക് കാണാം. ആ ധൃതിയുടെ അർത്ഥമായിട്ട് കൂടുതൽ യോജിക്കുന്നത് സ്ഥൈര്യം. സ്ഥൈര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരഭാവമാണ്. ഈ സ്ഥിരഭാവം ഒരു വ്യക്തിയിൽ നാം സ്ഥിരതയെ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനഃശുദ്ധിയെ നമുക്ക് അളക്കാൻ സാധിക്കും. സ്ഥിരത വലിയ ഒരു ഘടകമാണ് മനഃശുദ്ധിക്ക്. മനഃശുദ്ധിയുള്ള ആളിൽ സ്ഥിരത കാണാം. സ്ഥിരതയെ നാം ശീലിച്ചു കഴിഞ്ഞാൽ മനഃശുദ്ധിയിലേക്ക് ഉയരാനും സാധിക്കും. എന്താണ് സ്ഥിരത? സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവാണ്. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും, എത്ര ഇളക്കം വന്നു കഴിഞ്ഞാലും, നാം വിശ്വസിക്കുന്ന ആശയ ആദർശങ്ങളിൽ, നാം വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ, നാം വിശ്വസിക്കുന്ന വ്യക്തികളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവിനെയാണ് സ്ഥിരത എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ കൂടെ നാം ഉറച്ചു നിന്നും ആ വ്യക്തിയോടുകൂടി ചേർന്ന് പ്രവർത്തിച്ചു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ സ്ഥൈര്യം എന്ന് പറയുന്ന ഗുണം നമ്മളിൽ ഇല്ലാന്ന് കരുതാം. അതുകൊണ്ട് തന്നെ സ്ഥൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മനഃശുദ്ധിക്ക് എന്തോ കുറവുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് നാം ഒരു വ്യക്തിയെ വിശ്വസിക്കുകയാണ്. ആ വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് നാം കർമ്മപദത്തിൽ മുന്നേറുന്നു. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അനുഭവത്തിൽ വരുന്നവരെ നാം ആ വ്യക്തിയെ അവിശ്വസിക്കില്ല. ഇനി നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിനെ ക്ഷമിച്ച് വീണ്ടും കൂടെ നിർത്താൻ പരിശ്രമിക്കും. ഒരു വക ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ നാം ആ വ്യക്തിയുടെ സാന്നിധ്യത്തെ ഉപേക്ഷിക്കുന്നു. ഈ ഉറച്ചു നിൽക്കാനുള്ള അവസ്ഥയാണ് എന്ത് പറയുന്നത്? സ്ഥൈര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ആശയത്തിൽ വിശ്വസിക്കുന്നു,
സ്വാമി തിരുപ്പാദങ്ങൾ നമ്മെ സംബന്ധിച്ച് പരമദൈവമാണ് എന്ന് വിശ്വസിച്ച് ഗുരുവിനെ ആരാധിച്ച് ഗുരുവിനെ പഠിച്ച് മനനം ചെയ്ത് മുന്നോട്ട് പോകുന്നു. വേറൊരാൾ നമ്മുടെ അടുത്ത് വന്നു, നിങ്ങൾക്ക് ഈ വഴിയെ പോയാലല്ല, ആ വഴിയെ പോയാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഇത് ഒരുപാട് സമയം പിടിക്കും, അതുകൊണ്ട് പെട്ടെന്ന് ഈ വഴിയിലേക്ക് വരൂ. അങ്ങനെയാണല്ലോ എന്ന് കരുതി നാം അതുവരെ വിശ്വസിച്ച മാർഗത്തെ ഉപേക്ഷിച്ച് മറ്റു മാർഗത്തിലേക്ക് പോകും, പിന്നെ വേറെ വഴിയിലേക്ക് പോകും. അല്ലെങ്കിൽ നാം ഗുരുവിനെ ഈശ്വരനായിട്ട് കാണുന്നു, ഈശ്വരഭാവത്തിൽ ആരാധിക്കുന്നു. ആരെങ്കിലും എഴുതിയ ഒരു ലേഖനം വായിച്ചു, ഗുരു എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, ഈശ്വരീയതയില്ല, തന്നെ ഈശ്വരനായി കാണരുതെന്ന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വായിക്കുമ്പോൾ മനസ്സിന് ചഞ്ചലത വരും. അങ്ങനെയാണല്ലേ, ശരിയാണ്, ഗുരു എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ ആരാധിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ആരാധിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ ചാഞ്ചല്യം വരും. ഇതെന്ത് കാരണമാണ്? നാം വിശ്വസിക്കുന്ന ആശയത്തിൽ സ്ഥിരതയില്ലാത്തത് കാരണം, അതിലൊരു ഉറച്ച ബുദ്ധി ഇല്ലാത്തത് കാരണം. ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും പറയുമോ എന്നെ ആരാധിക്കണമെന്ന്? ഇപ്പൊ നമ്മളിപ്പോ സമൂഹത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കാണെന്ന് കരുതുക, ഒരുപാട് പേര് നമ്മെ ബഹുമാനിക്കുന്നു. നിങ്ങൾ എന്നെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടാണോ ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കർമ്മത്തെ വിലയിരുത്തി സമൂഹം നമുക്ക് ബഹുമാനം നൽകുകയാണ്. അതുകൊണ്ട് ആരാധനയ്ക്ക് അർഹമായ മഹത്തായ കർമ്മം ആരിൽ ഉണ്ടാകുന്നുവോ ആ വ്യക്തിത്വത്തെ ജനങ്ങൾ പൂജിക്കും, ആരാധിക്കും. അത് നമ്മുടെ സംസ്കാരമാണ്. അല്ലാതെ ആ വ്യക്തി എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ശുഷ്കമായ ന്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നാം അതിൽ വിശ്വസിച്ച് നമ്മുടെ മനസ്സിന് ഇളക്കം വന്ന് നാം വിശ്വസിക്കുന്ന, ഇതുവരെ വിശ്വസിച്ച ആശയാദർശങ്ങളെ ബലി കഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? സ്ഥൈര്യം എന്ന് പറയുന്ന ഗുണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എന്ത് പ്രകമ്പനമുണ്ടായാലും നാം വിശ്വസിക്കുന്ന ആശയാദർശങ്ങളിൽ ഉറച്ചു നിൽക്കുക, നാം വിശ്വസിക്കുന്ന വ്യക്തിബന്ധങ്ങളിൽ ഉറച്ചു നിൽക്കുക, നാം വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, നമ്മിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇതിനെ സ്ഥൈര്യം എന്ന് പറയുന്നു, അഥവാ ധൃതി എന്ന് പറയുന്നു. ഈ ധൃതി മനഃശുദ്ധിക്ക് നിദാനമായ വലിയ ഒരു ഘടകമാണ്. നമ്മളൊരു വ്യക്തിയെ പരിശോധിച്ചാൽ മതി, ആ വ്യക്തിയുടെ രീതികള്, ആ വ്യക്തിയുടെ ഉറച്ച നിലപാടുകള്, അതിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ അന്ധകരണം എത്രത്തോളം ശുദ്ധമാണ്. നമ്മൾ സ്വയം മനസ്സിലാക്കി വെച്ചാൽ മതി, ആരെയും അളക്കാൻ പോകണ്ട. ഇനി മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഗുണമായിട്ട് ഗുരു പറയുന്നു ത്രപ എന്ന് പറയുന്നു. 95-ാമത്തെ ശ്ലോകത്തിൽ ത്രപ എന്ന വാക്ക് കേൾക്കാം. എന്താണ് ത്രപ? ത്രപ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ലജ്ജ എന്നാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഗുണമാണ് ലജ്ജ. വാസ്തവത്തിൽ ദേവിയുടെ മറ്റൊരു പേരാണ് ലജ്ജ എന്നുള്ളത്. ദേവിക്ക്, ജനനിക്ക് ലജ്ജ എന്നുള്ള പേരും പറയാറുണ്ട്. ഈ ലജ്ജ എന്നുള്ള വൃത്തി നമ്മൾ മലയാളത്തിൽ നാണം എന്നൊക്കെ പറയാറുണ്ട്. ആ നാണം എന്നുള്ള അർത്ഥത്തിലല്ല ത്രപ അഥവാ ലജ്ജ എന്നുള്ള വാക്കിനെ പ്രയോഗിച്ചത്. ലജ്ജ എന്ന് പറയുമ്പോൾ അധാർമികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ നമ്മുടെ മനസ്സിനൊരു മടി ഉണ്ടാകും. അതിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ ഇതിലെങ്ങനെയാണ് ഈ കർമ്മം ഞാൻ എങ്ങനെയാണ് ചെയ്യുക, മോശമല്ലേ? അങ്ങനെ അധാർമികമായ കാര്യത്തിലേക്ക് പോകുമ്പോൾ മനസ്സിന് ആ കർമ്മത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ഒരു ഭാവം ഉള്ളിൽ ഉണ്ടാകണം. ആ ഭാവത്തെയാണ് ലജ്ജ എന്ന് പറയുന്നത്. ഈ ലജ്ജ ഇല്ലെങ്കിൽ നാം അധാർമികമായ കാര്യങ്ങളിലേക്ക് പോകും. നോക്കൂ, നമ്മുടെ ആധുനിക കാലഘട്ടം നോക്കൂ. ആധുനിക കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് ആ ലജ്ജ ഭാവം ആ വ്യക്തിയുള്ളിൽ എത്രത്തോളം കുറഞ്ഞിരിക്കുന്നു, അത്രത്തോളം ആ വ്യക്തിക്ക് ഒന്നിനും മടിയില്ല. ആ വ്യക്തി ഏതൊരു കാര്യവും ചെയ്യും, എന്ത് കാര്യവും ചെയ്യും. ആ കാര്യങ്ങളെ ചെയ്യാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന എന്താണ്? ഈ ലജ്ജാഭാവം ഉള്ളിൽ കുറയുന്നതുകൊണ്ടാണ്. അപ്പൊ അധാർമികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ മനസ്സിനുള്ള മടിയെയാണ് എന്ത് പറയുന്നത്? ത്രപ എന്ന് പറയുന്നത്. ഈ ത്രപ എന്നുള്ള ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതും മനഃശുദ്ധിക്ക് കാരണമാണ് എന്ന് ഗുരു പറയുന്നു. ഇനി മനഃശുദ്ധിക്ക് നിദാനമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിനെ ഗുരു ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ പേരാണ് പ്രണിധാനം എന്ന് പറയുന്നത്. എന്താണ് പ്രണിധാനം? യോഗസൂത്രത്തിലൊരു വാക്ക് വരുന്നു, ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നു. പ്രണിധാനം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അവധാനം, സമാധാനം എന്നാണ്. അതായത് ഏകാഗ്രത എന്ന് നമുക്ക് പറയാം. പക്ഷെ ആ ഏകാഗ്രത എപ്രകാരമായിരിക്കണം? സമാധാനപൂർണമായിരിക്കണം. എന്താണ് സമാധാനം എന്ന വാക്കിന്റെ അർത്ഥം? ഈ പ്രണിധാനം എന്ന വാക്കിന്റെ പര്യായമാണ് സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സമാധാനമല്ല, സമ്യക് ആധീയത, നല്ല വണ്ണം വെക്കുവാൻ സാധിക്കുക.
നമ്മുടെ അന്ധകരണ വൃത്തികളെ മുഴുവൻ നല്ല പ്രകാരത്തിൽ നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് വെക്കാൻ സാധിക്കുക. അപ്പൊ നല്ല രീതിയിൽ നല്ല സ്ഥലത്ത് വെക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാരണം ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഉപായങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരുപാട് വൃത്തികൾ ഇങ്ങനെ നിരന്തരം സഞ്ചരിക്കുന്നു. തോട്ട് ഫ്ലോസ്, വൃത്തികൾ. ആ ഓരോ വൃത്തിക്കും ഓരോ വിഷയം ഉണ്ടായിരിക്കും. നമ്മളൊരു വസ്തുവിനെ കാണുന്നു, ഒരു മൺകുടത്തെ കാണുന്നു. ആ മൺകുടം നമ്മുടെ മനസ്സിൽ ഒരു വൃത്തിയായിട്ട് പതിഞ്ഞു. ആ വൃത്തിയുടെ പേരെന്താണ്? ഘടാകാര വൃത്തി എന്ന് പറയാം. ഘടം എന്ന് പറഞ്ഞാൽ മൺകുടം. അപ്പൊ ഘടാകാര വൃത്തിയുടെ വിഷയം എന്താണ്? മൺകുടം. നാം ഒരു പുസ്തകത്തെ കാണുന്നു, പുസ്തകം ഒരു വൃത്തിയായിട്ട് മനസ്സിൽ പതിഞ്ഞു. ആ വൃത്തിയുടെ വിഷയം എന്താണ്? പുസ്തകം. അങ്ങനെ ഏതൊരു വൃത്തിക്കും ഒരു വിഷയം ഉണ്ടാകും. നമ്മുടെ ഉള്ളിൽ അനേകായിരം വൃത്തികൾ ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വൃത്തിക്കും ഓരോ വിഷയമുണ്ടാകും. ഓരോ സെക്കൻഡിലും നാം ഓരോ വിഷയത്തെയാണ് ചിന്തിക്കുന്നത്. ഈ എല്ലാ വൃത്തികളുടെയും വിഷയത്തെ ഒന്നാക്കി മാറ്റുന്നതിനാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഈ നിമിഷമുണ്ടായ വൃത്തി, അടുത്ത നിമിഷമുണ്ടായ വൃത്തി, അടുത്ത നിമിഷമുണ്ടായ വൃത്തി, ഈ വൃത്തികളുടെ എല്ലാം തന്നെ വിഷയം ഒന്നാണ്, ഒരൊറ്റ വിഷയമേ. അതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഏകാഗ്രത പൂർണ്ണമാകുന്നില്ല. കാരണം നമുക്ക് വൃത്തികളുടെ മുഴുവൻ വിഷയത്തെ ഒന്നാക്കി മാറ്റാം. ഉദാഹരണത്തിന് ഒരു വ്യക്തി തീരുമാനിക്കുകയാണ്, ഞാൻ ആ നഗരത്തെ ബോംബിട്ട് തകർക്കും എന്ന് തീരുമാനിക്കുകയാണെന്ന് കരുതുക. അപ്പൊ ആ വ്യക്തിയുടെ പ്രവർത്തനം മൊത്തം എന്തായിരിക്കും? ബോംബ് നിർമ്മാണം. ആ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങളെ സമാഹരിക്കുക. ഏത് സമയത്ത് നഗരത്തെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് ബോംബിടാം. അങ്ങനെ അനേകം മാസങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലെ മുഴുവൻ വൃത്തികളുടെയും വിഷയം ഇത് മാത്രമായിരിക്കും. ഇത് മാത്രമായി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അപാരമായ ഏകാഗ്രത വരും. ആ ഏകാഗ്രത ആ വ്യക്തിയിൽ വലിയ ബലത്തെ, കരുത്തിനെ ഉണ്ടാക്കും. പക്ഷെ ഈ ഏകാഗ്രതയല്ല നമുക്ക് ആവശ്യം. ഉദാഹരണത്തിന് നാം ഏതെങ്കിലും വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ചിന്ത നമ്മുടെ മനസ്സിൽ നിരന്തരം വരുന്നു. നമ്മുടെ എല്ലാ വൃത്തികളുടെ വിഷയത്തിലും ആ വ്യക്തി മാത്രമായിരിക്കും. എല്ലാ വൃത്തികളുടെ വിഷയത്തിലും ആ വ്യക്തി മാത്രമായിരിക്കും. അത് എന്ത് സംഭവത്തിൽ, അത് എന്ത് ഫലത്തിൽ ഉണ്ടാക്കുന്നു? നമ്മുടെ മറ്റു കർമ്മങ്ങളെ മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നു, അലസത കൊണ്ടുവരുന്നു, നമ്മെ വിഷാദ രോഗിയാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തുവിനെ നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാലും മനസ്സ് ഏകാഗ്രമാകും. അതുകൊണ്ട് കാര്യമില്ല. മറിച്ച് നാം ചിന്തിക്കുന്ന വസ്തു, നാം ചിന്തിക്കുന്ന വിഷയം എന്താണ് എന്നതിനെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ആ വിഷയത്തിന്റെ മഹത്വത്തെയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ എല്ലാ ചിത്തവൃത്തികളുടെയും വിഷയമായിട്ട് ഈശ്വരനെ കൊണ്ടുവരാം. ഈശ്വരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാം ചിന്തിക്കുന്ന എല്ലാ ചിന്തകളുടെയും വിഷയം ഈശ്വരനായിട്ട് മാറും. അത് നമ്മിൽ ഏകാഗ്രത ഉണ്ടാക്കുന്നു. ആ ഏകാഗ്രത മനഃശുദ്ധിയിലേക്ക് നയിക്കുന്നു. അല്ലെങ്കിൽ ഉന്നതമായ ഒരു ആശയത്തെ നമുക്ക് നിരന്തരം ചിന്തിക്കാം. ഗുരുവിന്റെ ദർശനത്തെ, എന്താണ് ഗുരുവിന്റെ മതസമന്വയ ദർശനം, എന്താണ് ജാതി സമന്വയ ദർശനം, എന്താണ് ഗുരുവിന്റെ ദൈവദർശനം. അങ്ങനെ വിവിധ പ്രകാരത്തിൽ ഗുരുവിന്റെ ദർശനത്തെ വിചാരം ചെയ്യുമ്പോൾ ഗുരുദർശനം എന്ന് പറയുന്ന ഒരൊറ്റ വിഷയം നമ്മുടെ എല്ലാ വൃത്തികളിലും വരുന്നു. അത് നമ്മെ ഏകാഗ്രതയിലേക്ക് നയിക്കുന്നു. ആ ഏകാഗ്രത മനഃശുദ്ധിയിലേക്കും കരുത്തിലേക്കും നയിക്കുന്നു. അപ്പൊ ഏകാഗ്രതയ്ക്ക് വേണ്ടി നാം ആശ്രയിക്കുന്ന വിഷയം, ആശ്രയിക്കുന്ന ഘടകം ഉന്നതമായ ഒന്നായിരിക്കണം. അപ്പോഴേ ഏകാഗ്രത പൂർണ്ണമാകുന്നുള്ളൂ. അതിനെയാണ് പ്രണിധാനം എന്ന് പറയുന്നത്. എന്താണ് പ്രണിധാനം? സമ്യക് ആധാനം. ഏറ്റവും ഉന്നതമായ ഒന്നിനെ വിചാരം ചെയ്ത് മനസ്സിനെ പൂർണ്ണമായും അതിൽ വെക്കുവാനുള്ള ആ കഴിവിനെയാണ് പ്രണിധാനം എന്ന് പറയുന്നത്. ഈ പ്രണിധാനം മനഃശുദ്ധിക്ക്, അന്ധകരണ ശുദ്ധിക്ക് ഏറ്റവും വലിയ ഘടകമാണ്. ഈ പ്രണിധാനം ഉണ്ടെങ്കിൽ, നാം നേരത്തെ വാക്കിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ സത്യസ്വാധ്യായം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗുണങ്ങളും വന്നു ചേരും. അതേപോലെ പ്രണിധാനം ഉണ്ടെങ്കിൽ മനഃശുദ്ധിക്ക് നിദാനങ്ങളായ ഈ പറഞ്ഞ ആർജവം, കരുണ, മൈത്രി, മാർദ്ദവം, ധൃതി, ത്രപ, അദ്വേഷം എന്ന എല്ലാ ഗുണങ്ങളും സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചെയ്യും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് മനഃശുദ്ധി ഉപസംഹരിക്കുകയാണ്. അടുത്തത് ഇന്ദ്രിയ ശുദ്ധിയാണ്. അത് നമുക്ക്